ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മൗനരാഗത്തില് സരയു ആണെങ്കിൽ ആ വലിയൊരു കുറ്റകൃത്യം ഏൽപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ താരയെ. തന്റെ അമ്മയായി താൻ അംഗീകരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇനിയുള്ള കാലം മകൾക്കും കൊച്ചുമകൾക്കും ഒപ്പം താമസിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാക്കുകൾ കേൾക്കണം. എന്റെ ആഗ്രഹത്തിന് നിങ്ങൾ നിൽക്കണം. എന്റെ വളർത്തമ്മ എനിക്ക് വേണ്ടി എന്റെ ആഗ്രഹത്തിനൊപ്പം നിന്നതുകൊണ്ടാണ് അവരിപ്പോ കുത്തേറ്റ് ആശുപത്രിയിൽ കിടക്കുന്നത്. അതുപോലെ നിങ്ങളും എന്റെ ഒപ്പം നിൽക്കണം, ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ തള്ളിക്കളയും എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ താരയ്ക്ക് വല്ലാത്ത വിഷമം വരികയാണ്. അപ്പോ കുറച്ച് വിഷം അവൾ സംഘടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് താരയുടെ കയ്യിൽ. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ എന്തായാലും കല്യാണി വരുമ്പോൾ അവളുടെ ജ്യൂസിൽ നിങ്ങൾ ഈ വിഷം കലർത്തണം. നിങ്ങൾ കൊടുക്കുന്നതായതുകൊണ്ട് അവൾ ഒട്ടും സംശയിക്കാതെ അത് കുടിക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത് വാങ്ങി വെക്കുകയാണ്. അതുപോലെ തന്നെ സരയ് പറയുന്നുണ്ട്, ഇത് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ അവൾക്കെതിരെ എൻ്റെ മകളുടെ ജീവിതം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇവളുള്ളത് കൊണ്ടാണ് എൻ്റെ മകളുടെ ജീവിതം നശിച്ചു പോകുന്നത് എന്ന് പറഞ്ഞങ്ങനെ എഴുതി വെക്കണം. കല്യാണിയെ കൊല്ലുന്നു എന്നുള്ള ഒരു രീതിയിൽ അത് അങ്ങനെ ചെയ്തതിന് ശേഷമായിരിക്കണം ഇത് കൊടുക്കേണ്ടത്. അങ്ങനെ നിങ്ങളുടെ ഈ കത്ത് പോലീസിന് കെട്ടുമ്പോൾ നിങ്ങൾ എന്തായാലും അമ്മയെ എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. പക്ഷേ അധികം നാൾ അമ്മയ്ക്ക് കിടക്കേണ്ടി വരില്ല. അമ്മയ്ക്ക് പെട്ടെന്ന് അമ്മേനെ പുറത്തിറക്കാം. അതിനുവേണ്ടി ഞാൻ ശ്രമിച്ചോളാം. പിന്നെ അമ്മയുടെ മകളുടെ ജീവിതം സുരക്ഷിതമായിരിക്കും, കിരണിന്റെ കൈകളിലായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. താരെല്ലാത്തിനും സമ്മതം മൂളുകയാണ്. ഇല്ലെങ്കിൽ അവൾ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്, തല്ലുന്നുണ്ട്. അതുപോലെ തന്നെ ചൂടുള്ള ചായ മുഖത്തേക്ക് ഒഴിക്കുകയാണ്, മുടി പിടിച്ച് ഇങ്ങനെ കുത്തനെ പിടിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഉപദ്രവങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ സരയു സംശയമൊന്നും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് കല്യാണിയുടെ അരികിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, ഇടയ്ക്ക് കല്യാണിയൊക്കെ എന്നോട് എപ്പോഴും ചോദിക്കാറില്ല അമ്മയ്ക്ക് എന്ത് മാറ്റമാണ്, അമ്മയ്ക്ക് എന്താ സംഭവിച്ചതെന്ന്. എനിക്ക് തോന്നുന്നത് അച്ഛന്റെ മരണശേഷമാണ് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായതെന്ന്. അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മയ്ക്ക് എന്തൊക്കെയോ ടെൻഷൻ ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ കല്യാണി അത് വിശ്വസിക്കുകയാണ്. കല്യാണി പറയുന്നുണ്ട്, കല്യാണിയും കിരണാണെങ്കിൽ ആരൊക്കെ എന്തൊക്കെ സരയുവിനെ പറ്റി പറഞ്ഞു കൊടുത്തിട്ടും അതൊന്നും ചെവിക്കൊള്ളാതെ നടക്കുകയാണ്. എന്തായാലും കല്യാണി പറയുന്നുണ്ട്, അതെ അങ്ങനെ വരാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. കാരണം അവര് ആദ്യം പ്രണയിച്ചിരുന്നതാണല്ലോ, അങ്ങനെയാണല്ലോ സരയു താരയാന്റിയുടെ കുഞ്ഞായി മാറിയത്. അപ്പൊ അതുകൊണ്ട് ആ സമയത്തെ കാര്യങ്ങൾ ഓർത്തു കാണും, അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ അങ്ങനെ. എന്തായാലും ഞാൻ അമ്മയെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് എന്നിങ്ങനെ പറയാൻ. അപ്പൊ അത് ശരിക്കും സരയു ഒരു ഐഡിയ ഇട്ട് കൊടുത്തതാണ് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി തന്നെ. അങ്ങനെ ആ സമയത്തും ഈ പറയുന്ന രതീഷ് നമ്മുടെ കിരണിനോട് പറയുന്നുണ്ട്, അതെ കല്യാണിയെ ഇങ്ങനെ തനിച്ച് വിടരുത്, ആ സരയുവിനെ സംശയിക്കണം. സരയുവിനെ തന്നെയല്ല, സരയുവിന്റെ അമ്മയെയും. എങ്ങനെ അവര് ഇവര് താമസിക്കുന്ന വീട്ടിലേക്ക് എത്തി? കല്യാണി അവിടെ ഉണ്ടെന്ന് ആ ഗുണ്ടയ്ക്ക് എങ്ങനെ അറിയാം? തന്നെയല്ല ആര് പിന്നാമ്പുറത്തെ വാതിൽ തുറന്നു കൊടുത്തു? അത് എനിക്ക് നല്ല സംശയമുണ്ട് സരയുവിന്റെ അമ്മയാണെന്ന്. പിന്നെ തന്നെയല്ല ഈ പറയുന്ന ബഗാസുരൻ ആ ഒരു വലിയ കെട്ടിടത്തിലേക്ക് വന്നത്, കല്യാണിയെ കുത്തിയതും ആര് പറഞ്ഞിട്ട്? അവൾ അവിടേക്ക് പോകുമെന്ന് ആരാണ് പറഞ്ഞത് അവരോട്? അത് തന്നെയല്ല കല്യാണി മറ്റൊരു കെട്ടിടത്തിന്റെ പ്ലാനിങ്ങിന്റെ കാര്യത്തിനൊക്കെ വേണ്ടി പോയപ്പോൾ അവിടേക്ക് സരു എന്തിനു ചെന്നു എന്നുള്ള ഓരോ ചോദ്യങ്ങളും കൃത്യമായി തന്നെ നമ്മുടെ രതീഷ് കണ്ടുപിടിക്കുകയും അതുപോലെ അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല സംശയം അവരങ്ങനെ പ്രകടിപ്പിക്കുകയാണ്. പക്ഷെ ഒന്നിനും ചെവിക്കൊള്ളുന്നില്ല കേട്ടോ. ഈ പറയുന്നത് ശരിക്കും ഒരു പൊട്ടന്റെ പോലെ ആവുകയാണ് നമ്മുടെ കിരൺ. നമുക്ക് തന്നെ ശരിക്കും കിരണോട് വെറുപ്പ് തോന്നുന്ന ഒരു സ്ഥിതിയിലായിട്ടാണ് പോകുന്നത് കാര്യങ്ങൾ. അങ്ങനെ ആ സമയം തന്നെ കല്യാണി എന്തായാലും ഇപ്പോൾ താരയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. താര ജ്യൂസ് കലക്കി കൊടുക്കുന്നുണ്ട്. എന്തായാലും ആ ജ്യൂസ് കുടിച്ചതിന് ശേഷം, നല്ല തണവുള്ള ജ്യൂസാണ്, അത് കുടിച്ചതിന് ശേഷം തൊണ്ടയ്ക്ക് ചെറിയൊരു കിരികിരിപ്പ്, എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നതായി അപ്പം തന്നെ നമ്മുടെ കല്യാണി പറയുന്നുണ്ട്. അപ്പൊ കല്യാണി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടാവും, ആന്റിക്ക് എന്താ പറ്റിയത്, ആന്റിയുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറ, ആന്റിയുടെ വിഷമം എന്താണെന്ന് വെച്ചാൽ പറ. ഞാൻ ആന്റിക്ക് ഒരു സ്വന്തം മകളെ പോലെ തന്നെയല്ലേ, സരയുവിനെ മകളായി കിട്ടുന്നതിന് മുമ്പ് എന്നെയല്ലേ ആന്റി മകളായി കണ്ടത്? തന്നെയല്ല എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം എനിക്ക് താരയാന്റിയും അതുപോലെ കിരണേട്ടന്റെ അമ്മയും പിന്നെ ലക്ഷ്മി അമ്മയും അവരൊക്കെ എനിക്ക് അമ്മമാര് തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുടിച്ച ജ്യൂസ് ഗ്ലാസ് അകത്തേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. ഇവിടെയാണെങ്കിൽ സരയു കാത്തിരിക്കുകയാണ്, ഇപ്പം മരണ വാർത്ത കേൾക്കും എന്നുള്ള രീതിയിൽ. എന്തായാലും രൂപ നല്ലൊരു സ്വപ്നം കണ്ട്, പേടിക്കുന്ന സ്വപ്നം, കല്യാണിക്ക് അപകടം പറ്റുന്നത്, അത് എന്തായാലും ചന്ദ്രസേനോട് പറയുകയും ചന്ദ്രസേന അപ്പം തന്നെ കിരണിനെ വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ കിരൺ പറയുന്നുണ്ട്, ഒന്നും ഉണ്ടാവില്ല, അതായത് കല്യാണിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയത് അവൾ അറിഞ്ഞു കാണില്ല, ചാർജ് പോയതാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കാണ്. എന്തായാലും സംഭവിച്ചത് യഥാർത്ഥത്തിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ താര അവളൊരു കത്ത് എഴുതി വെക്കുന്നുണ്ട് കല്യാണിക്ക് ജ്യൂസ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ.
അപ്പോൾ ആ കത്തിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്, പ്രിയപ്പെട്ട എൻ്റെ സരയു മോൾക്ക്, എനിക്ക് മോള് പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. എനിക്ക് കല്യാണി മോളെ കൊല്ലാൻ സാധിക്കില്ല. അത് കല്യാണി മോള് എനിക്ക് സരയു മോൾ എനിക്ക് മകളാകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് മകളായതാണ് കല്യാണി. അതുകൊണ്ട് തന്നെ മോള് പറയുന്ന ഒരു കാര്യവും എനിക്ക് ചെയ്യാൻ സാധിക്കില്ല. അവളും എന്നെ ഒരു അമ്മയെ പോലെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കുറ്റകൃത്യം ചെയ്യുന്നില്ല. ഇനി എനിക്ക് മകളുമായിട്ടും കൊച്ചുമകളുമായിട്ടും ജീവിച്ചത് മതിയായി. ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് തന്നത് എൻ്റെ ചന്ദ്രേട്ടനാണ്, അതായത് ചന്ദ്രസേനൻ സാറാണ്. അതുകൊണ്ട് തന്നെ ആ സാറിനോടും എനിക്ക് നന്ദികേട് കാണിക്കാൻ സാധിക്കില്ല. സരുവിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ദുഷ്ടചിന്ത ഉണ്ട് എന്ന് ഞാൻ ഇതുവരെ ഒരാളോടും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇനി എന്തായാലും ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നില്ല. മോളുടെ മുന്നിൽ എനിക്ക് മോള് പറഞ്ഞ വാക്ക് സാധിക്കാൻ പറ്റാതെ ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു കത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ അത് നേരെ അവളാണെങ്കിൽ ആ ജ്യൂസ് എന്നിട്ട് വിഷം കലക്കിയ ജ്യൂസ് അകത്തുണ്ടായിരിക്കും, അത് താര തന്നെയാണ് എടുത്തു കുടിക്കുന്നത്. അങ്ങനെ താര എടുത്തു കുടിക്കുമ്പോൾ കല്യാണിയാണെങ്കിൽ അവിടെ എന്തോ ഒച്ച കേട്ടിട്ട് അവിടേക്ക് ഓടിച്ചെല്ലുകയാണ്. എന്താ ആൻറ്റി എന്ത് പറ്റി? അപ്പോഴേക്കും താര തളർന്നു വീണിട്ടുണ്ടാകും. അങ്ങനെ ആ സമയത്താണ് ഈ പറയുന്ന ഈ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കുന്നത് നമ്മുടെ കല്യാണി എന്തായാലും അവിടെ ഇരിക്കുന്ന കത്ത് വായിക്കുന്നുണ്ട്. സരയുവിന്റെ കള്ളത്തരങ്ങളെല്ലാം കല്യാണി മനസ്സിലാക്കുകയാണ്. ഉടനെ തന്നെ നമ്മുടെ താരയെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. കിരണിനെ വിളിച്ച് വിവരം പറയുന്നുണ്ട്. കിരൺ അവിടേക്ക് ഓടിച്ചെല്ലുകയാണ്. ചന്ദ്രസേന്റെ ആൾക്കാർ കല്യാണിയുടെ പുറകെ തന്നെയുണ്ട് എന്ന് പലപ്പോഴായിട്ട് ഇവർ പറയുന്നുണ്ടെങ്കിലും ഒരാപത്തിലും കണ്ടിട്ടില്ല ഇതുവരെയും. ഒരാപത്ത് വരുന്നതിന് മുമ്പും കണ്ടിട്ടില്ല ഇതുവരെയൊന്നും. ആകെ ചെയ്തിട്ടുള്ളത് ആ ഗംഗപ്രസാദിന്റെ ബോഡി അവിടെ നിന്ന് മാറ്റിയ ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ അതിനുശേഷം താരയും കൊണ്ട് ആശുപത്രിയിൽ പോകുന്നുണ്ട്. ഒരു പക്ഷേ താര ഇതിനിടയിൽ മരിക്കാനാണ് കേട്ടോ സാധ്യത. അപ്പോൾ സരയു ആണെങ്കിൽ ആശുപത്രിയിലായി എന്ന് പറയുന്ന ഒരു തെറ്റായിട്ടുള്ളൊരു മെസ്സേജാണ്. കല്യാണി ആശുപത്രിയിലാണ് എന്നുള്ളൊരു തെറ്റായിട്ടുള്ളൊരു മെസ്സേജാണ് നമ്മുടെ സരയുവിന് കൊടുക്കുന്നത്. സരയു അവിടേക്ക് എന്തായാലും കരഞ്ഞ് ഓളിയെടുത്ത് ആകെ ബഹളമയായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അവള് വലിയ സന്തോഷം അമ്മയോട് പങ്കുവെച്ചിട്ടാണ്, അതായത് ശാരിയോട് പങ്കുവെച്ചിട്ടാണ് വരുന്നത്. അങ്ങനെ അവിടേക്ക് ഓടി വരുന്ന സമയത്ത് എല്ലാവരും ഇവളെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് ജീവനോടെ ഇരിക്കുന്ന കല്യാണിയെ കണ്ട് സരയു ഞെട്ടിപ്പോവുകയാണ്. അപ്പോ ആരാ ആശുപത്രിയിൽ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നിന്റെ അമ്മയാണ് താര എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കല്യാണി പറയാണ്, നീ ആരാന്ന് വിചാരിച്ചത്? ഞാൻ ഐസിയിൽ കിടക്കുന്നത് കാണാൻ, ഞാൻ മരണത്തോട് മല്ലിടുന്ന അല്ലെങ്കിൽ ഞാൻ മരിച്ചു കിടക്കുന്ന കാണാൻ വേണ്ടി ഓടി വന്നതാണോ നീ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ സരയുവിന്റെ എല്ലാ കള്ളത്തരങ്ങളും അവിടെ വെച്ചിട്ട് കല്യാണി പൊളിച്ചടക്കുകയാണ്. എന്തായാലും ഇത്രയും ദുഷ്ടയായിട്ടുള്ള ഒരു സ്ത്രീ, ഇനി പിശാചിന്റെ ജന്മം എടുത്തിട്ടുള്ള സ്ത്രീ, അവള് ഇനി ജീവിച്ചിരിക്കേണ്ട എന്ന് എല്ലാവരും അങ്ങ് തീരുമാനിക്കുകയാണ്. അപ്പോഴും നമ്മുടെ ഇവൻ പറയുന്നുണ്ട്, രതീഷ് പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ നിങ്ങളോട് പറഞ്ഞതല്ലേ ഇവളെ വിശ്വസിക്കരുതെന്ന് എന്ന് പറഞ്ഞ് തക്ക ശിക്ഷ അവൾക്ക് കൊടുക്കുന്ന ഭാഗമൊക്കെയാണ് വരാൻ പോകുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.